അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രേയസ് ഗെയിമിംഗ് പറ്റി. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ഒന്നുമല്ല, ഇത് ഫ്രീ ഫയർ ആണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഞാൻ കുറേ പന്ത് കളിക്കുന്നതിന് ഇൻസ്റ്റഗ്രാം ഐഡിയിലാണ് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ കളിക്കുന്ന ഗെയിംസ് എന്ന് വെച്ചാൽ അപ്പം റോബോട്ട്സ് കളിക്കുകയായിരുന്നു. അപ്പം റോബോട്ട്സ് കളിക്കില്ല. ഞാൻ റോബോട്ട്സിൻ്റെ വീഡിയോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുറേ നാളെ എനിക്ക് മടുത്ത്. ഇപ്പം നിങ്ങൾ അധികമൊന്നും ഫ്രീ ഫയർ കളിക്കണ്ട, ഭയങ്കര അഡിക്റ്റായി പോയി. ഞാൻ പിന്നെ ഇതൊക്കെ വെച്ച് നിർത്തിയതാണ്. ഇനി ഒന്നുകൂടി ലോഗിനെല്ലാം ചെയ്ത് കയറണം. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്ത് കയറിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കാര്യം, നമ്മളിന്ന് ചെയ്യാവുന്ന ചലഞ്ചും കാര്യങ്ങളും വെച്ചിട്ട് വെറൈറ്റിയാണ്. നമ്മൾ ഫസ്റ്റ് അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഇരിക്കുന്ന കന്ന് തന്നെ ഇതിനൊരു 10 ലൈക്ക് വല്ലതും കിട്ടിയാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ട് ബാക്കി വരാം. എനിക്കൊരു കാര്യമുണ്ട്. എൻ്റെ അക്കൗണ്ട് അപ്പം വരുമെങ്കിൽ എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് വരുമെങ്കിൽ ഇതിന് വേറെ അക്കൗണ്ട് ആക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ പഴയ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുമല്ല ഞാൻ, എവിടെ ഞാൻ? ഇതല്ല കേസ്, ഇത് ഞാനല്ല, ഇതല്ല ഞാൻ. ഒരു മിനിറ്റ്, ഞാൻ ബാക്കിലോട്ട് ആവുമ്പോഴേ ശരി, ബാക്കിലോട്ട് ചോദിച്ചിട്ട് കുറച്ചിട്ട് ബാക്കിലോട്ടാകുമ്പോൾ നിങ്ങൾ കാണാൻ വന്ന് വെച്ചിട്ട് വെറൈറ്റി ആയിരിക്കും. ബാക്കി വന്നേ. ഇത് കുറേ നാളാണ് ഞാൻ ഇതൊക്കെ ഇട്ട്. ഓക്കെ, ഞാൻ ഇച്ചിരി സംഭവം സെറ്റാക്കാം. നമുക്ക് ടൈം വേസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യും. ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ നല്ലൊരു ഞാനായിരുന്നു തേർഡ് ഇതിൽ. ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനായിരുന്നു തേർഡായിട്ട്. റൊണാൾഡോ 6 അവനൊക്കെ എമ്മാരുടെ ഇഷ്ടമാണ്. എവനെ എനിക്കറിയാം. ഞാൻ 2-3 ദിവസം കളിക്കാതായപ്പോഴത്തേക്ക് ഇത്രയായി. സീരിയസ് പിന്നെ ഞാൻ ഞാൻ പുഷ് ചെയ്തിട്ടില്ല. ഇതെന്തോ വേസ്റ്റ്. യവനൊന്ന് അപ്പം ഇവൻ താഴെയല്ലേ ഉണ്ട്, എന്തോ വിളിച്ചാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നേരെ തന്നെ ഇതിലേക്ക് പോകാം. എൻ്റെ അക്കൗണ്ടെല്ലാം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയില്ല. പതുക്കെ എന്തോ പാട്ട സംഭവം ഈ പാട്ട സംഭവങ്ങളെല്ലാം എന്തിനു കഴിച്ചു? ഇങ്ങനത്തെ പ്രോ പ്ലേയേഴ്സ് സത്യമുള്ള കാര്യമുണ്ട്. ഞാൻ ഈ BR എല്ലാം പോകുമ്പോഴേ ഞാൻ നല്ലൊരു കളിക്കുന്നതിനെ കാണുന്നതെന്നറിയാവോ? എൻ്റെ ഒരു സ്കിന്നിൽ തന്നെയുള്ള പൗരുഷം കൊണ്ടാ. കാരണം ഒരു സിംഗിൾ പ്ലെയർ മാച്ച് എന്ത് പുതിയതൊന്നും മതില്ല. ചുമ്മാ നടന്ന മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ ബർമൂഡ സെലക്ട് ചെയ്ത. ഓക്കെ, എൻ്റെ സ്കിന്നെല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇത് കൊള്ളാമെന്നൊന്നും പറയാം നിങ്ങൾ. അവന് വേറെ കാര്യമുണ്ട്. പുഷ്പ എനിക്കറിയാം, കൊള്ളാൻ. ഇതാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് സ്കിൻ. നിങ്ങളുടെ ഇതിൽ ഫേവറേറ്റ് സ്കിന്നിനെ കൂടി എൻ്റെ ഇതിലത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിന്നെ നമ്മളെല്ലാം എക്സമേറ്റാണ്. ഞാൻ എപ്പോഴും എക്സമേറ്റ് എടുക്കുമ്പോൾ റാഷിക്കുവിനെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും നിൽക്കുന്നത്. ഓ ഗൈസ്, അപ്പം നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ബഗ്ഗായിരിക്കുമല്ലോ. ഇത് മാക്സിമം സർവൈവ് ചെയ്യുന്നതാണ്. ഞാൻ ചാതിയില്ല, ഞാൻ ചാതിയില്ലല്ലോ. മറ്റേ പീക്കിലെല്ലാം ചാതി ചെയ്തിരുന്നു. UMP എനിക്ക് UMP വേണം. എനിക്ക് UMP വേണം. യൂത മുട്ട എൻ്റെ എന്തോ എത്ര പേരുടെ ഇത്. എനിക്ക് വയ്യ.
എന്നെ കൊന്നും ഇനി അവന്മാർ തന്നെ തല്ലി വാങ്ങിച്ച് എപ്പം ചത്താ പിന്നെ കുഴപ്പമില്ലല്ലേ എല്ലാവരും. ആർക്കാ കിട്ടിയാറാ കിട്ടി ആർക്കോ തോക്ക് കിട്ടി വരും. ഞാൻ പെട്ടെന്ന് ഓടിയങ്ങ് പോത്തു. വലിയ കാര്യമുണ്ട്. UMP കിട്ടുന്നവരെ എനിക്ക് വേറെ ഒരു കണ്ണ് വെച്ച് നീ ഒരു ബാഗിൻ്റെ സ്കിൻ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. ഇതങ്ങ് പന്ത് വന്നാണ്. അമ്മച്ചി പറ എന്നെ കൊന്നാൽ ഞാൻ നിന്റെ തലമന്തയ്ക്ക് നോക്കി. എനിക്ക് തോക്കിൻ്റെ ആമോ അല്ല തോക്ക പറ. എനിക്ക് തോക്കാ വേണ്ടേ. എനിക്ക് തോക്ക് വേണം. ബാഗ് ലെവലെല്ലാം കിട്ടി. പക്ഷെ കിട്ടി എന്തോ കിട്ടി. അവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട, പാവം ജീവിച്ചു വെക്കട്ടെ. എനിക്ക് മനസ്സാക്കിയുണ്ട്. ഇത് മാറങ്ങോട്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം എടുത്ത് ഫ്രണ്ട് വെച്ചു. ഓക്കെ, എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രോ പ്ലേസിൻ്റെ അതൊക്കെ തോക്കി ഇതൊന്ന് മറ്റേ ഇപ്പം പോകാൻ പറ്റും. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ഗൈസ്. M10 വാട്സപ്പ്. എത്ര നാളാണ് നിന്നെല്ലാം കണ്ട്. M10 എല്ലാം കണ്ട് എത്ര നാളായി. പണ്ടന്നൊരു ഹെഡ് ഷോട്ട് അടിച്ചിട്ട് കണ്ടേ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി. എല്ലാവരും ഞാൻ കണ്ടില്ല. കണ്ടില്ല. എനിക്ക് ഈ സ്ഥലം മതി. സൈലൻസർ ഉണ്ടോ? സൈലൻസർ എടുത്ത് വെച്ചേക്കാം. നമുക്ക് UMP എനിക്ക് UMP വേണ്ട. ചാലഞ്ചർ ഞാൻ 2 M10 വെച്ചു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. എനിക്കൊരു സബ്സ്ക്രൈബ് മാത്രം മതി. ഞാൻ ഇങ്ങനെ കുറേ ടാസ്കെല്ലാം എടുക്കുന്നില്ലേ ഗൈസ്. പുതിയ വേൾഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. മൈൻക്രാഫ്റ്റിലെ മറ്റേ വേൾഡ് ഞാൻ ഗൈസ്. വേറെ കാര്യമുണ്ട്. ഞാൻ മാറ്റി ഗൈസ്. ഞാൻ ഇത് മാറ്റി. എൻ്റെ ഇത് മാറ്റി. UMP അല്ല ഗൈസ്, ഇത് ഫ്രണ്ട്ലി മാച്ച്. ഇത് ആർക്ക് വേണമെങ്കിലും അറിയാലോ. ഏത് കണ്ണ് വേണമെങ്കിലും എടുക്കാം. മോനെ അവിടെ നിൽക്കറാ മോനെ നിൽക്കും മോനെ. ചേട്ടനൊന്ന് ഇച്ചിരി ഒന്ന് അടിച്ചിട്ട് ഇച്ചിരി എല്ലാം ഒന്ന് എടുത്തിട്ട് അങ്ങ് പൊക്കിയോളാം. ഈ ചേട്ടനെ അവന് ഇഷ്ടമല്ല. അവന് ഇഷ്ടമല്ല. സ്പീഡ് ഓതി പോറാ റീലോട്ടെല്ലാം ചേർത്ത് മെഡടിക്കുമല്ലേ. ശരിയാലും ചെയ്തൊക്കെ അടിച്ചോളാം. സഹിക്കാം. ഇത് മിക്കവാറും ലെങ്തി ആയിരിക്കും. ബിയടിക്കണ മാക്സിമം. ഞാൻ M10 യൂസ് ചെയ്തിട്ടില്ലല്ലോ. അവൻ എനിക്കൊരു നെറ്റ് എല്ലാം പോയി കാണും. അതായിരിക്കും അവിടെ ഇങ്ങനെ. സൂപ്പർമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇത് പീക്ക് ചെയ്യുമ്പോൾ റഷ് ചെയ്യുമ്പോൾ എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ്. ഞാനിപ്പോൾ കൊന്നവരെ എനിക്ക് ചിലവർക്ക് എനിക്ക് മനസ്സിലായി കാണും. അവിടെ കുറേ പേര് വയ്ക്കുന്നതോ. എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പൊട്ടന്മാരൊന്നും പോയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പൊട്ടന്മാരുണ്ട് ഗൈസ്. പതിവ് ബാറ്റർ റോയലല്ലേ ഇങ്ങനെയുള്ള പൊട്ടന്മാരെ കാണുന്നത്. ഫ്രീ ആയിട്ട് കത്തടിക്കുക. ആർസണലാണ് മിക്കാറും. അതായിരിക്കും. ബാറ്റ് സ്കിന്നൊന്നും നോക്കണ്ട ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ. ആർസണലിൻ്റെ അടുത്ത് ഇതെല്ലാം ന്യൂബനാ ഗൈസ്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ചേട്ടൻ നിങ്ങൾ ഇങ്ങനെ ഹെഡ് അടിച്ചതായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെയുള്ള നോക്കണ്ട. നമ്മൾ ഏതെങ്കിലും അടുത്ത് വന്നാൽ നമ്മൾ കുട്ടിയെയും പിടിക്കും. എൻ്റെ ഇമോട്ട് സെഷനും കാര്യങ്ങളും 5 ഇപ്പം എനിക്കിപ്പോൾ ഞാൻ ടോപ്പ് അപ്പ് ചെയ്യുന്ന പ്ലെയർ അല്ല. അതുകൊണ്ട് എനിക്ക് പൈസയൊന്നുമില്ല ടോപ്പ് അപ്പ് ചെയ്യാൻ. എനിക്ക് പൈസ ഇനിയും നല്ലൊരു വീഡിയോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും എല്ലാം പറ്റും.
പറ്റുന്നവരെ ലൈക്ക് ചെയ്യുക. ഇത് നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇവിടെ ആർഷാലിൽ എവിടെ കണ്ടാലും അവിടെ കയറണം കേട്ടാ. ഇച്ചിരി കില്ല് കിട്ടി. എനിക്കപ്പോൾ 3 കില്ല് കിട്ടി. അങ്ങോട്ട് കയറണ്ട. സെൻസർ ബീക്കൺ ഓൺ. എന്നെ സെൻസർ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് കയറാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ഇത് സീന. ഏതൊരുത്തരും നമുക്ക് സ്പൈ ആയിട്ട് നോക്കുന്നെന്ന് എനിക്കൊരു സംശയം. അങ്ങ് പോയാലോ ഇവിടുന്ന്. ഇത് നിൽക്കുന്ന ഡേഞ്ചറാ. ബാക്കി എടുത്തോണ്ട് എനിക്ക് എപ്പോഴും തോന്നിയതാ സെൻസർ ബീക്കൺ ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊരു വണ്ടിയെല്ലാം എടുത്തു. ഞാനൊരു മിനിറ്റ് ഇനി എൻ്റെ അടുത്ത് വല്ലതും വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പുറകെ അങ്ങ് പോവാ. അറിയാൻ പറ്റുമോ ഏതെങ്കിലും മാപ്പിലോട്ട് നോക്കിയിരുന്നാൽ ചിലപ്പോൾ. ക്ലോക്ക് ടവറിലല്ലേ ഇവിടങ്ങാണ്ട് പീക്കിലല്ല. തോന്നുന്നു ആ സമയം അവിടെ ഏതെങ്കിലും എടുത്തിട്ടുണ്ടാകാം. ഇല്ല, അപ്പുറത്തെ സൈഡിൽ കാണും. ചിലപ്പോൾ കാണുമെന്നല്ല, കാണത്തില്ലായിരിക്കും. നല്ല കില്ലല്ല ഇരിക്കുന്ന. എങ്ങോട്ട് കയറി പോകുന്ന? താഴോട്ട് വാ. കയറിയിരിക്കുന്നു. ഈ പൊത്തന്മാരൊന്നും ഇതുവരെ ഇതുവരെ ഈ പരിപാടി നിർത്തിയില്ലേ. ഞാൻ പോലും ഫസ്റ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇട്ടില്ല. പിന്നെ യവന്മാർക്ക് എന്തോ പ്രാന്താ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന നോയിസൊന്നും ചെയ്യുമ്പോൾ എൻ്റെ അമ്മയെല്ലാം തീരില്ലാന്ന് തോന്നില്ല. അതെല്ലാം കുറയ്ക്കാൻ ഞാൻ എന്നെ പിടിച്ചിരിക്കും. ഇത് നമുക്കറിയാം. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് അത് കൊല്ലണമല്ലേ. എയർ ഡ്രോപ്പ് വേണ്ട, വെറുതെ റിസ്ക് എടുക്കുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിൾ ബോയ് എന്ന് പറഞ്ഞാൽ. അവൻ്റെ ഒരു പവിനെന്നുമാണ്. നിങ്ങൾ പറ്റുമെന്നൊന്ന് സബ്സ്ക്രൈബ് ചാനലിൻ്റെ പേരെല്ലാം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. പാവം എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ വാട്സാപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം മറക്കല്ലേ. ഞാൻ സ്നൈപ്പ് എടുക്കാം. ആരുതാ ഈ പീക്കിൻ്റെ മുകളിൽ ആൾക്കാർ കാണും. അതാ പ്രശ്നം. നമുക്കൊന്ന് പിന്നെ ഫൈറ്റാ വേണ്ട ഇതൊക്കെ കയറുണ്ട്. ഇതങ്ങ് പൊട്ടിക്കാൻ പറ്റുമായിരുന്നു. ഇതങ്ങ് പൊട്ടിക്കുക. ഇതങ്ങ് പൊട്ടിക്കുക. ഇതിൽ പ്രശ്നവും നമ്മളെ കണ്ട് നമ്മളെ പ്രശ്നമായി. ഈ വീഡിയോ എപ്പോൾ എൻ്റെ ഓക്കെ അപ്പം ഈ വീഡിയോ എത്രയുള്ളു. ഇപ്പം നമ്മുടെ ഇതൊക്കെ കിട്ടിയായിരുന്നു. ഇത് എലിമിനേഷൻ റിപ്ലൈ റിപ്പോർട്ടാ. അതെന്ത് ഗൈസ്, ഞാൻ റിപ്പോർട്ട് ചെയ്യണം. അതെന്തോ ഞാൻ വിളിച്ച് മറ്റേവനെ എന്നെ കൊന്നേന്ന്. ഈ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.